أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ ഖദറിലെ 5-ാമത്തെ വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അതിൽ മലക്കുകളും ആ പരിപൂർണ ആത്മാവും തങ്ങളുടെ നാഥൻ്റെ അനുമതിയോടെ സകല കൽപ്പനകളും കൊണ്ട് ഇറങ്ങുന്നതാണ്. ഇതിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു: മുൻ ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ എന്ന ആയത്തിൽ അള്ളാഹു ഒരു കാര്യം അധികമായി പറയുന്നു. അള്ളാഹുവിൽ നിന്ന് കലാം മാത്രമല്ല ഇറങ്ങുന്നത്, മറിച്ച് മലായിക്കയും റൂഹും അതിൻ്റെ കൂടെ ഇറങ്ങുന്നുവെന്ന്. റൂഹ് എന്നാൽ കലാം അഥവാ ദൈവിക വചനം എന്ന അർത്ഥവും ഉണ്ട്. അതുപോലെ തന്നെ റൂഹ് എന്നാൽ അള്ളാഹുവിൻ്റെ വചനം കൊണ്ടുവരുന്ന മലക്ക് എന്നും അർത്ഥമുണ്ട്. മലായിക്ക എന്ന് പറഞ്ഞാൽ സാധാരണ മലക്കുകളും റൂഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വചനം കൊണ്ടുവരുന്ന മലക്കുകളുമാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പത്തെ ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ വചനം ഇറങ്ങുന്നതിനെ സംബന്ധിച്ച് പരാമർശം വന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് അള്ളാഹുവിൻ്റെ വചനം കൊണ്ടുവരുന്ന മലക്കല്ല, മറിച്ച് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഇനി വിശദീകരിക്കുന്നതാണ്. അള്ളാഹു ഈ ആയത്തിൽ പറയുന്നു: ഞാൻ ഒരു നബിയെ നിയോഗിച്ചയക്കുമ്പോൾ, ഞാൻ എൻ്റെ കലാം അവരിൽ ഇറക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മലക്കുകളെയും ഭൂമിയിലേക്ക് അയക്കുന്നു. ഇവിടെ മലക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ സുജൂദ് ചെയ്യാനായി കൽപ്പന നൽകിയ അതേ മലക്കുകൾ തന്നെയാണ്. അള്ളാഹു പറയുന്നു: ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എൻ്റെ വചനങ്ങൾ മാത്രമല്ല ഇറക്കിയത്, മറിച്ച് മലക്കുകളുടെ ഒരു സൈന്യത്തെ തന്നെ കൂടെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരും കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ്റെ സേവനത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി വരാൻ പോകുന്ന നിയോഗിതരുടെ കൂടെയും ഞാൻ മലക്കുകളെ അവരുടെ സഹായത്തിനായി അയക്കുന്നതാണ്. ഞാൻ ആ മലക്കുകൾക്ക് കൽപ്പന നൽകുന്നതാണ്: നിങ്ങൾ പോവുക, ഭൂമിയിൽ എൻ്റെ നിയോഗിതൻ്റെ പുരോഗതിക്കും വിജയത്തിനും വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുക. തുടർന്ന് അള്ളാഹു പറയുന്നു: ഞാൻ എൻ്റെ പ്രവാചകന്മാരുടെ സഹായത്തിനു വേണ്ടി മലക്കുകളെ മാത്രമല്ല ആകാശത്തു നിന്ന് ഇറക്കുന്നത്, മറിച്ച് റൂഹിനെയും ഇറക്കുന്നു. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശിച്ചത് റുഹാനിയത്തും നവജീവനുമാണ്. അത് ലോകജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഊതപ്പെടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പ് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആ റൂഹ് ഉണ്ടായിരുന്നില്ല. അവർ പുറമേ ജീവനുള്ളവരായി കാണപ്പെട്ടിരുന്നെങ്കിലും നിർജീവമായ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വശത്ത് മലക്കുകളുടെ സഹായത്താൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ ഉണർത്താൻ ആരംഭിച്ചിരുന്നു, മറുവശത്ത് നിർജീവമായ ആത്മീയതയെ അഥവാ ഒരു പുതുജീവൻ ഉത്ഭൂതനം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ഫലമായി മരിച്ച അവസ്ഥയിലായിരുന്ന ഒരു സമൂഹം ഒരു പുതുജീവനോടെ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി ഭരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം ഭരണകർത്താക്കളായി മാറി. ഈ ഒരു റൂഹിനെ സംബന്ധിച്ച് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്: യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലി റസൂലി ഇദാ ദഅാകും ലിമാ യുഹീക്കും. അർത്ഥം ഇപ്രകാരമാണ്: വിശ്വസിച്ചവരെ, അള്ളാഹുവിനും അവൻ്റെ ദൂതനും നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് അദ്ദേഹം നിങ്ങളെ വിളിച്ചാൽ ഉത്തരം നൽകുക. ചുരുക്കത്തിൽ അള്ളാഹു പറയുകയാണ്: ഒരു വശത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സഹായിക്കുന്നതിന് വേണ്ടി മലക്കുകൾ ഇറങ്ങുന്നതാണ്. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായത്തിനു വേണ്ടി പല മാറ്റങ്ങളും പുരോഗതികളും ലോകത്ത് കൊണ്ടുവരുന്നതാണ്. മറുവശത്ത് ആ പുരോഗതികളെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ
ഒരു റൂഹ്, ഒരു ജീവൻ ഊതപ്പെടുന്നതാണ്. അതിലൂടെ ഒരു വശത്ത് ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുകയും മറുവശത്ത് അവർ ലോകത്തെ കീഴടക്കുകയും ചെയ്യുന്നതാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലും ഉണ്ടാവാൻ പോകുന്നത്. അതായത് ഇനിയും അള്ളാഹുവിൻ്റെ നിയോഗിതരുടെ കൂടെ മലക്കുകൾ ഇറങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളിൽ ഒരു പുതിയ ജീവൻ ഊതപ്പെടുന്നതാണ്. ഒരു പുതിയ ഉണർവും ആവേശവും അവരിൽ ഉണ്ടായിത്തീരുന്നതാണ്. അതിനുശേഷം പറയുന്നു ബി ഇസ്നി റബ്ബിഹിം, തങ്ങളുടെ നാഥൻ്റെ അനുമതിയോടെ. ബി ഇസ്നി റബ്ബിഹിം എന്നതുകൊണ്ട് രണ്ട് തരത്തിൽ അർത്ഥമെടുക്കാവുന്നതാണ്. ഇസ്ൻ എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന അർത്ഥവുമുണ്ട്. അപ്പോൾ മലക്കുകളും റൂഹും ഇറങ്ങുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനയുമായാണ്. അതായത് അള്ളാഹുവിൻ്റെ കലാമിനെ സഹായിക്കുന്നതിനായിട്ടുള്ള കൽപ്പനയുമായി അള്ളാഹുവിൻ്റെ മലക്കുകളും റൂഹും ഇറങ്ങുന്നു. ആ കൽപ്പന നമ്മൾ അനുസരിക്കേണ്ടതാണ്. രണ്ടാമത്തെ അർത്ഥം, അള്ളാഹുവിൻ്റെ മലക്കുകളും റൂഹും ഇറങ്ങുന്നത് അവൻ്റെ ഇച്ഛയോടുകൂടിയാണ്. ഇസ്ൻ എന്നാൽ ഇച്ഛ എന്നും അർത്ഥമുണ്ട്. ഒരു തരത്തിലുള്ള മാറ്റവും അള്ളാഹുവിൻ്റെ ഇച്ഛ കൂടാതെ സംഭവ്യമല്ല. ഒരിക്കലും മനുഷ്യർ വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള മാറ്റവും പുരോഗതിയും ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹുവിൻ്റെ ഇച്ഛ അനിവാര്യമാണ്. മിൻകുല്ലി അമ്രിൻ എന്നതുകൊണ്ട് രണ്ട് തരത്തിൽ അർത്ഥം ലഭിക്കുന്നുണ്ട്. മിൻ അജ്ലി കുല്ലി അമ്രിൻ ഔ ലിക്കുല്ലി അമ്രിൻ. അതായത് മിൻകുല്ലി അമ്രിൻ എന്നാൽ എല്ലാ കാര്യത്തിനും വേണ്ടി മലക്കുകളും റൂഹും ഇറങ്ങുന്നതാണ്. ഇസ്ലാമിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം, ആ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മലക്കുകൾ ഇറങ്ങുന്നതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പുരോഗതിക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതിനെല്ലാം ദൂരീകരിക്കുന്നതിന് വേണ്ടി മലക്കുകൾ ഇറങ്ങുന്നതാണ്. മിൻകുല്ലി അമ്രിൻ എന്നതുകൊണ്ട് രണ്ടാമത്തെ അർത്ഥം, എല്ലാ ആവശ്യ ഘടകങ്ങളുമായി മലക്കുകൾ ഇറങ്ങുന്നതാണ്. അതായത് അള്ളാഹുവിൻ്റെ കലാമിൽ, അതായത് വിശുദ്ധ ഖുർആനിൽ എല്ലാ ആവശ്യ ഘടകങ്ങളും ഉൾക്കൊള്ളിക്കുന്നതാണ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള ശരീഅത്ത് ഗ്രന്ഥങ്ങൾ അപൂർണമായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഇറങ്ങുന്ന ഈ കലാം പരിപൂർണമാണ്. അതിൽ എല്ലാ ആവശ്യ ഘടകങ്ങളും ഉൾക്കൊള്ളുന്നതായിരിക്കും. ഈ ഗ്രന്ഥം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ്റെ പരിഷ്കരണത്തിനും ആത്മീയ പുരോഗതിക്കും വേണ്ട എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കുന്നതല്ല. എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കുന്നതാണ്. ഈ അർത്ഥവും മിൻകുല്ലി അമ്രിൻ എന്നതിൽ അടങ്ങിയിട്ടുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ കേൾപ്പിക്കുന്നതാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.